back to Coffee with Sneha. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ നിറയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആയിരുന്നു. ഷാജിദയുടെ 1ാം കെട്ട്, ഷാജിദയുടെ 2ാം കെട്ട്, ഷാജിദയുടെ അവിഹിതം, ഷാജിദയുടെ ഹണി ട്രാപ്പ്, ഇങ്ങനെ ഷാജിദ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് കേട്ടോ യൂട്യൂബിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ആരാണ് ഈ ലേഡി എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് ഇവരുടെ ചാനലിൽ പോയി ഒരു കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കാണാനായിട്ടേ കഴിയുന്നില്ലായിരുന്നു. അത്തരത്തിലുള്ള വീഡിയോസാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവർക്ക് ഓൾമോസ്റ്റ് ഐ തിങ്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് എങ്ങാനും ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഈ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് ഇവരുടെ വീഡിയോസ് കണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ഇവരുടെ വീഡിയോസ് കണ്ടതിൽ നിന്ന് എനിക്ക് ഇവരെ കുറിച്ച് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു സിംഗിൾ മദറാണ്. ഹസ്ബൻഡ് മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് 5 മക്കളെങ്ങാണ് ഇവർക്കുണ്ട്. ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മക്കളെ വളർത്തുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങി. ആൻഡ് ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇവരെ സഹായിക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ വീഡിയോസിൽ ഇവർ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങ് കൂടി പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഇത്തയുടെ സ്വഭാവം അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത്ത വന്നിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പുച്ഛിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത്രയും നാളും സഹായിച്ചുകൊണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചതുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടുമാണ് പിന്നീട് അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കെട്ടും, ഞാൻ നാളെ കെട്ടും, ഞാൻ ഇന്നലെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഞാനത് ചുമ്മാ പറഞ്ഞതായിരുന്നു, ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇപ്പോൾ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല? ഈ സ്ത്രീ കെട്ടിയില്ല പോലും, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങളൊക്കെ പോയി ഇത് കണ്ട് അതിന് കമൻസ് ഒക്കെ ഇടുന്നത് കൊണ്ടല്ലേ ഈ ലേഡി പിന്നെയും ഇവരുടെ കെട്ടുകഥകളുമായിട്ട് വരുന്നത്. സോ ഇനിയെങ്കിലും നിങ്ങൾക്കത് കാണാതിരുന്നൂടെ? എങ്ങനെ നിങ്ങൾ ഈ കെട്ടുകഥകളൊക്കെ സഹിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവർ റീസെൻ്റ്ലി ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്, നാളെ വരുന്ന വീഡിയോ ഞാൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ച പോലും ഇല്ല പോലും, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് ഇന്ത്യക്ക് മെഡൽ കിട്ടുന്ന വല്ല കോമ്പറ്റീഷനാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇതറിയാൻ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? സത്യം പറഞ്ഞാൽ ആ പോസ്റ്റായിട്ട് ചിരിച്ചിരിച്ച് ചാവാറായ എൻ്റെ ഇത്ത. കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയില്ല. ഞാൻ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷെ അപ്പൊ ഇവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ വഴി പോകുന്ന എല്ലാവരെയും വിളിച്ച് ഇന്റർവ്യൂ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വലിയ ശക്തിയില്ല. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. നമുക്ക് ഇവർ തന്നെ പറയണ വേറൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ കുറെ കമന്റിലില്ല വിധവ വേണമെന്നുള്ള കമന്റ് വന്നു. ഇനി വിധവാന്ന് പറയില്ല, എന്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ മുക്കാളും കഴിഞ്ഞിട്ട് എന്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഒക്കെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കോൾസും കാര്യങ്ങളും. പാവം ചേച്ചിക്ക് ഒരുപാട് പൂവാലന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് ചേച്ചി പറഞ്ഞു പോയതാട്ടോ. പക്ഷെ ഇതൊന്നല്ല നാട്ടുകാർ പറഞ്ഞ് നടക്കുന്നത്. ചേച്ചി വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്ത് ഏതോ ഒരാളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറഞ്ഞ് നടക്കുന്നത്. ഇതിടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം. ആഗ്രഹമല്ല ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? ഞാൻ പറയും. റഹൂഫ് സ്പെല്ലിങ് എങ്ങനെയാണെന്ന് കണ്ടോ? ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂഖ് എന്ന് ഷാജിദ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂഖ് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാനല്ല നിങ്ങള് അവിടെ നിന്ന് നാട്ടിക്ക് എപ്പോഴും അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ്.
വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ശരിയാവില്ല, ഒരു വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. ഈ ഒരു ഓഡിയോയിൽ ഷാജിദ ക്ലിയർ ആയിട്ട് നിക്കാഹ് അടിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മഹർ വാങ്ങുന്നതിനെ കുറിച്ചും വീട് വാങ്ങുന്നതിനെ കുറിച്ചും വീട് എടുത്ത് താമസിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ആരെടുത്താണ് സംസാരിക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ പേര് പറയുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഇവരെ കുറിച്ച് വരുന്ന മറ്റൊരു അലിഗേഷനാണ് ഏതോ ഒരു ചെറുപ്പക്കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഷാജിദ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ 5 മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും സ്വന്തം മക്കളെ മറന്നിട്ടാണ് ഷാജിദ പെരുമാറുന്നത്. എന്തുമാത്രം നാണക്കേടായിരിക്കും ആ കുട്ടികൾക്ക് ഉണ്ടാവുക. അവർക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ. സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാണ്ട് ഇതുപോലെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന കുറെ എണ്ണങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇവറ്റകളുടെയൊക്കെ വിചാരം എന്നും ഇങ്ങനെ എങ്ങായിട്ടിരിക്കും എന്നുള്ളതാണ്. ഇന്ന് എന്താണോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അതാണ് നാളെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഇവറ്റകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോട് പറയാനാണ്. പിന്നെ നമ്മൾ നേരത്തെ കേട്ട റഫീഖിന്റെ ഓഡിയോ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഷാജിദ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്താന്ന് വെച്ചാല് ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൌഫ് എന്ന് പറഞ്ഞ ഒരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് ഒരു ശരിക്കും പറഞ്ഞ ഒരു 1 മന്ത് മുന്നൊക്കെ 1 മന്ത് ആയിട്ടില്ല, ഒരു 2 വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്. 3 മക്കൾ എന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടല്ല, അയാള് നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അയാളുടെ വൈഫ് ഒഴിവായി പോയി. അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ടിൽ നിൽക്കാൻ തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. ഫസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മാമാനേറ്റ് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു, സംസാരിപ്പിച്ചു. അപ്പൊ മാമ നീ നാട്ടിൽ വാ, നോക്കട്ടെ, ആലോചിക്കട്ടെ. അയാൾ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു, മാമനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഷാജിദയുടെ പെർമിഷൻ ഇല്ലാതെ അയാൾ ഷാജിദയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. അയാൾക്ക് എന്താ തല കോളം ഉണ്ടോ? കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഷാജിദയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കാനായിട്ട്. എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. അപ്പൊ അയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം, ഗോൾഡ് മേടിക്കണം, നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എന്റെ എളാമാന്റെ മോന് ഗൾഫിൽ പോകണ്ടായിരുന്നു. അപ്പൊ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനിക്ക് സഹായിച്ചു. അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു, അവനിക്ക് കുറച്ച് പൈസ സഹായിക്കും. അവന് സംസാരിച്ചു കേട്ടോ, അവന് സാക്ഷിയാണ്. അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പൊ ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു. ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 19,000 റുപ്യ ഞാൻ സഹായിച്ചു കേട്ടോ. അപ്പോൾ ആ പൈസ അങ്ങനെ പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഞാൻ മേടിച്ചത് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ്. പിന്നെ അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ. പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. എല്ലാം വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ. പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. കല്യാണം പോലെ ഉറപ്പിക്കാതെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി പോലും പൈസ ചോദിച്ചു എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ഇപ്പൊ അയാളുടെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ആരുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ടൊന്നും വാങ്ങിക്കാതിരുന്നാൽ മാന്യമായിട്ട് ജീവിക്കാം. ഇനിയെങ്കിലും സ്വന്തം കുട്ടികളെ നോക്കി അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.